ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് എന്ന് പറയുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹോസ്റ്റൽ അലോട്ട്മെന്റ് കിട്ടി ത്രില്ലിലായിരിക്കും നമ്മൾ. ഇനിയിപ്പോ നമുക്ക് ഹോസ്റ്റലിലോട്ടൊക്കെ ജോയിൻ ചെയ്യണം. അപ്പൊ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകേണ്ട എസെൻഷ്യൽ തിങ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇത് ഹോസ്റ്റൽ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഏത് കോഴ്സിന് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് ഇത് വീഡിയോ കാണാവുന്നതാണ്. ഇനി ഞാൻ മറ്റൊരു വീഡിയോയിൽ MBBSന് നമുക്ക് കോളേജിലോട്ട് കൊണ്ടുപോകേണ്ട എസെൻഷ്യൽ തിങ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാട്ടോ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പൊ അലോട്ട്മെന്റ് കിട്ടിയ ത്രില്ലിലായിരിക്കില്ലേ? ഈ ത്രില്ലിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും മറക്കും ഹോസ്റ്റലിൽ കൊണ്ടുപോകാനുള്ള. കാരണം നമ്മൾ പാക്ക് ചെയ്യുമ്പോഴായിരിക്കും വിചാരിക്കുക, അയ്യോ ഇത് മേടിച്ചില്ല അത് മേടിച്ചില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇതെനിക്ക് ഞാൻ എൻട്രൻസിന് പോകുന്ന സമയത്ത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബേസിക് തിങ്സ് പോലും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഞാൻ MBBSന് അഡ്മിഷൻ കിട്ടി ഈ കോളേജിൽ, ഈ ഹോസ്റ്റലിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന്റെ ഒരു 1.5 ആഴ്ച മുമ്പിട്ട് നമ്മളെ ക്ലാസ്സിലെ ഒരു കുട്ടി അമ്പലിച്ചിട്ട് എല്ലാം എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് എഴുതിയിട്ടുള്ള ഒരു ഹോസ്റ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുമായിട്ട് ക്രോസ് ചെക്ക് മാത്രം ചെയ്താൽ മതിയായിരുന്നു, എല്ലാം ഉണ്ടല്ലോ എന്ന്. കാരണം അതിൽ എല്ലാ സാധനവും ഉണ്ട്. ഇതിനപ്പുറത്തോട്ടൊരു സാധനം നമ്മൾ ഹോസ്റ്റലിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പൊ അതെനിക്ക് അന്ന് ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ അന്ന് ഒരു 4 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ ആണ്, ഞാനത് ഡിലീറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതെനിക്ക് ഞാൻ പിന്നെ വിചാരിച്ചു എന്റെ അനിയത്തിക്ക് യൂസ്ഫുൾ ആവുമായിരിക്കുമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അന്ന് ഡിലീറ്റ് ചെയ്ത് വെച്ചത്. പക്ഷെ അതെനിക്ക് ഇപ്പം ഈ വീഡിയോ ചെയ്യാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരോ കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ തിങ്സ് ആണ്. പറയുമ്പോൾ ഏറ്റവും എസെൻഷ്യൽ തിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ബെഡാണ്. ബെഡ് മേ ബി ചില ഹോസ്റ്റലിൽ ഓൾറെഡി ഉണ്ടാകും, ചില ഹോസ്റ്റലിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളത് പുറമേ നിന്ന് മേടിച്ചു കൊണ്ടുവരണം. അപ്പൊ പുറമേ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്നേ ബെഡ് കൊണ്ടുവന്നു. ആക്ച്വലി അത് എന്തിനാന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അന്ന് എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടോ. കാരണം വെച്ചാൽ ഇവിടെ അടുത്തൊന്നും ഷോപ്പ് ഉണ്ടായിരുന്നില്ല. ചില കോളേജ് അങ്ങനത്തെ സ്ഥലത്താണ്, ചുറ്റും ഒരു സാധനം ഉണ്ടാവൂല. ഇവിടെ ഒരു ഹട്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. അവിടെ ഒരു 4 ബെഡ് ഉണ്ടാവും. ആദ്യത്തെ 4 പേര് അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ഉണ്ടാവില്ല. അപ്പം കഴിവതും കൊണ്ടുവരാം. അതായത് വരുന്ന വഴിക്ക് ഒരു ഷോപ്പ് കാണുമ്പോൾ നിർത്തി മേടിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക, അവിടെ ബെഡ് ഇല്ലെങ്കിൽ. പിന്നെ പില്ലോ കവറും പില്ലോവും കൊണ്ടുവരണം. പില്ലോ കവറും ബെഡ്ഷീറ്റും കൊണ്ടുവരണം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് ആക്ച്വലി എന്റെ കയ്യിലൊന്നുമില്ല. നമ്മൾ ഫ്ലോറിലൊക്കെ 1-2 പേരെടുത്ത് ഉണ്ടാവും. നമുക്ക് എപ്പോഴും അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഡ്രസ്സ് അയൺ ചെയ്ത് ഇടാറുള്ളൂ. അപ്പം ആരെടുത്തെങ്കിലും ഒക്കെ ഉണ്ടാവും. നമുക്ക് എന്നും അയൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയൺ ബോക്സ് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ അത് വേണമെന്നില്ല. പിന്നെ എസെൻഷ്യൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ചപ്പലാണ്. ചപ്പൽ നമുക്ക് ഹോസ്റ്റലിൽ ഇടാൻ ഒന്ന് വേണം. പിന്നെ ഷൂ നിർബന്ധമാണ്. അത് ഗേൾ ആയാലും ബോയ് ആയാലും ഫസ്റ്റ് ഇയറിൽ ഷൂ മിക്കവരും അനാട്ടമി ഹോളിലൊക്കെ പോകുമ്പോൾ ഷൂ പറയും. അപ്പം ഷൂ എന്തായാലും ഒന്ന് കരുതിയിരിക്കുക. പിന്നെ അല്ലാതെ ഒരു ചപ്പല് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ചപ്പല്, പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളും ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ചപ്പൽ. അങ്ങനെ ഒരു 2-3-4 ചപ്പല് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, ഇൻക്ലൂഡിങ് ഷൂ. അടുത്തെന്ന് പറയുന്നത് ഹാങ്ങർ ആണ്. ഹാങ്ങർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചാൽ നമുക്ക് കോട്ട് തൂക്കാനുണ്ടാവും, ഡ്രസ്സ് തൂക്കാനുണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ സ്റ്റിക്കി ഹുക്സ് ആണ്. അപ്പം ഈ സ്റ്റിക്കി ഹുക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് മേ ബി ആ ഹോസ്റ്റലിൽ നമുക്ക് ആണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ ഹാങ്ങർ എവിടെ തൂക്കും? അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കി ഹുക്സ് എന്ന് പറയുന്നത്. അപ്പം അതൊരു കുറച്ച് എത്ര ഹാങ്ങർ ഉണ്ടോ നമുക്ക് തൂക്കണോ അത്രയും ഹാങ്ങറുള്ള സ്റ്റിക്കി ഹുക്സ് മേടിക്കാൻ നന്നായിരിക്കും. പിന്നെയുള്ളത് കത്തിയാണ്. പിന്നെയുള്ളത് ടൈം പീസ്, വാച്ച്, ഇതൊക്കെയാണ്. ആക്ച്വലി ഫോൺ അലാം വെക്കണമെങ്കിൽ ഫോൺ മതി. പക്ഷെ ചിലർക്ക് പഠിക്കുന്ന സമയത്ത് ടൈം കാണേണ്ടി വരും. അപ്പൊ നമുക്ക് ഫോൺ അരിയത്ത് വെച്ചാൽ പഠിക്കാൻ ഡിസ്റ്റർബ് ആവുന്ന കുട്ടികളാണെങ്കിൽ ടൈം പീസ് നിർബന്ധമായിട്ട് കൊണ്ടുവരിക. പിന്നെ സ്പെറ്റ്സ് ആണ്. സ്പെറ്റ്സ് യൂസ് ചെയ്യുന്ന കുട്ടികൾ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രാ സ്പെറ്റ്സും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇൻ കേസ് താഴെ വീണ് പൊട്ടിപ്പോയാൽ നമുക്ക് പിറ്റേന്ന് ക്ലാസ്സിൽ പോകണ്ടേ. അപ്പൊ നമുക്ക് ഇങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കാൻ നമുക്ക് ഡിലേ ആയി പോയാൽ നമുക്ക് തലവേദന ഒക്കെ വന്ന് വെറുതെ നമ്മുടെ ദിവസങ്ങൾ പോകും. അപ്പൊ അതിൽ നല്ലത് ഒരു സ്പെയറും കൂടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവിടെയുള്ള ഒത്തിരി പേര് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ കലണ്ടർ ആണ്. കലണ്ടർ ആക്ച്വലി ഫോണിലുണ്ട്, പക്ഷെ എന്നെ പോലത്തെ ആളുകൾ ഉണ്ടാവും. എനിക്ക് ഈ ചുമരുമ്പോൾ കലണ്ടർ കണ്ടില്ലേ ഭയങ്കര മനസ്സമാധാനമൊക്കെയാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഉള്ള ആളുകൾ കലണ്ടർ കൊണ്ടുവരാം. ഞാൻ എല്ലാ വർഷവും കലണ്ടർ കൊണ്ടുവരുന്ന ഒരാളാണ്. പിന്നെ ടോർച്ച്, ലാമ്പ്, ക്യാൻഡിൽ. ടോർച്ച് എന്തായാലും നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോകാൻ ഒന്ന് എടുക്കും. അതായത് നമുക്ക് ക്ലിനിക്സിൽ നമുക്കൊരു ടോർച്ച് ആവശ്യമുണ്ട്. അത് ആ ടോർച്ച് അല്ല കേട്ടോ, കുറച്ച് ലൈറ്റിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ വേറൊരു ടോർച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് വേറൊരു ടോർച്ചിന്റെ ആവശ്യമില്ല. പിന്നെ കറണ്ട് പോവാറില്ല പൊതുവെ. ആക്ച്വലി എന്റെ അടുത്ത് ഒരു ലാമ്പ് ഉണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് വെടക്കായി തോന്നുന്നു, മീൻസ് കേട് വന്നു തോന്നുന്നു. പിന്നെയുള്ളത് മിറർ ആണ്. മിറർ എല്ലാ ആൾമാർക്കും മിറർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്റെ
റൂമിൽ അൽമാരിക്ക് മിറർ ഉണ്ട്. ഞാൻ മിറർ കൊണ്ടുവന്ന മിറർ യൂസ് ഇല്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഫേസിലോട്ട് ഇടുന്ന പൗഡർ, സ്പ്രേ, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഇയർബഡ്സ്, സേഫ്റ്റി പിന്ന്, പിന്നെ ത്രെഡ്, നീഡില്, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ ത്രെഡും നീഡിലും എനിക്ക് തോന്നുന്നു മിക്കതും ആവശ്യമുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണി ഡ്രസ്സിൽ ചെയ്യാനുണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. അതിന്റെ കൂടെ തന്നെ ഗ്ലൗസ്, മാസ്ക്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പോകുന്ന ഒരു മെഡിക്കൽ കോളേജിലോട്ടാണ്. അപ്പം അവിടെ ഈ 4 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ക്ലോത്തിങ് ആണ്. അപ്പം ക്ലോത്തിങ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് കൊണ്ടുവരിക, നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് കൊണ്ടുവരിക. അപ്പൊ യൂണിഫോം ഉള്ള കോളേജ് ആണെങ്കിൽ ആക്ച്വലി നമ്മൾ ഒത്തിരി ഡ്രസ്സ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ 2-3 ഡ്രസ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു കാഷ്വൽസ് ആയിട്ട്, പിന്നെ ഒരു 2-3 എത്നിക് വെയർസ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഇനിയിപ്പം യൂണിഫോം ഇല്ലാത്ത കോളേജാണെങ്കിൽ കുറച്ചും കൂടി അധികം കാഷ്വൽസ് കൊണ്ടുവരിക. പിന്നെ കുറെ ക്രോപ്പ് ടോപ്സ് നമ്മൾ ക്ലാസ്സിലൊന്നും ഇട്ട് പോകാൻ മാനേജ്മെന്റ് സമ്മതിക്കില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടി കുർത്ത അല്ലെങ്കിൽ കുറച്ച് ലോങ് ടോപ്പ്, ലെഗിൻസ്, ജീൻസ്, ഷോള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചധികം വേണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ അണ്ടർ ഗാർമെന്റ്സും കാര്യങ്ങളും എത്രയാണോ നമുക്ക് പെയർ ആയിട്ട് വേണ്ട അത്രയും കൂടി കൊണ്ടുവരും. അപ്പൊ ഇത്രയാണ് ക്ലോത്തിങ്ങിലുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാത്റൂമിലേക്ക് എന്തൊക്കെ വേണമെന്നാണ്. ബാത്റൂമിലേക്ക് എന്ന് പറയുന്നത് ബക്കറ്റ് വേണം. ബക്കറ്റ് 2 എണ്ണം വേണം. കാരണം നമുക്ക് മിക്കതും ബക്കറ്റ് വാഷ് ആണല്ലോ. നമുക്ക് എല്ലായിടത്തിലും അലക്കുകല്ല് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ചിലയിടത്തിൽ വാഷിംഗ് മെഷീൻ ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്റെ കോളേജിൽ വാഷിംഗ് മെഷീനും ഇല്ല, അലക്കുകല്ലും ഇല്ല. അലക്കല്ല് ഇപ്പം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ബക്കറ്റിലിട്ടാണ് അലക്കുക. സോ 2 ബക്കറ്റ് വേണം. മഗ് വേണം. പിന്നെ സോപ്പ് ബോക്സ്, സോപ്പ് ഇട്ടേക്കുന്ന പെട്ടി, പിന്നെ ടവൽ, പിന്നെ ബ്രഷ്, പേസ്റ്റ്, പെൻ ക്ലീനർ, പിന്നെ സോപ്പ്, ബാത്തിങ് സോപ്പും വേണം, നമുക്ക് തുണി അലക്കുന്ന സോപ്പും വേണം, വാഷിംഗ് സോപ്പും വേണം. അതായത് പിന്നെ ഡിറ്റർജന്റ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ബ്രഷ്, വാഷ് ചെയ്യുന്ന ബ്രഷ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ കോട്ടാണ്, നമ്മൾ വൈറ്റ് കോട്ടാണല്ലോ. വൈറ്റ് കോട്ടിന് എപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കറ അല്ലെങ്കിൽ ഒരു പെന്നോണ്ട് പറഞ്ഞാൽ പോലും ഭയങ്കരമായിട്ട് കാണും. അപ്പൊ നമുക്ക് ഇതിട്ട് ഇങ്ങനെ ഒരച്ചൊരച്ച് വേണം നമ്മൾ കഴിക്കണം. അപ്പം ഈ ബ്രഷ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. പിന്നെ ഉജാല, എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള സാധനം ഉജാലയാണ്. കാരണം ഈ വെള്ളക്കോട്ട് നമ്മൾ തിരുമ്പുന്ന ഒരു പരിധിയില്ലേ, എന്നാലും നമുക്ക് വെളുപ്പിച്ചിട്ട് പോകണല്ലോ. ഉജാലയിലിട്ട് ഒന്ന് മുക്കിയെടുത്താൽ മതി, നല്ല വെള്ളയായിരിക്കും. അപ്പൊ ഉജാലയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി തോന്നിയിട്ടുള്ളത് സോപ്പിനേക്കാൾ. പിന്നെന്ന് പറയുന്നത് ഡെറ്റോളൊക്കെ വേണ്ടവർക്ക് കൊണ്ടുവരാം. പിന്നെ ഡെറ്റോളൊക്കെ കുറച്ചുകൂടി നല്ല, നമ്മൾ ഓട്ടിയിലൊക്കെ കയറുന്ന സമയത്ത് ഡ്രസ്സൊക്കെ നമ്മൾ ഓട്ടി ഡ്രസ്സ് ഉണ്ടല്ലോ, അതൊക്കെ അലക്കാൻ വേണ്ടി ഞാൻ ആക്ച്വലി ഡെറ്റോൾ ഇട്ടിട്ടാണ് അത് അലക്കാറ്. അപ്പൊ ഡെറ്റോൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഷേവിങ് ഐറ്റംസ്, പിന്നെ ഹെയർ ഓയിൽ, ഇത്രയും കാര്യമാണ് ബാത്റൂമിലേക്ക് കൊണ്ടുവരേണ്ടത്. അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മൾ സ്റ്റേഷനറി ഐറ്റം ആണ്. അപ്പം കുറച്ചൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു കൊണ്ടുവരും, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വന്ന് നമുക്ക് ഒന്നും അറിയണ്ടാവില്ല. നമ്മളൊരു പെട്ടെന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ആ സമയത്ത് പെന്ന് വാങ്ങിക്കാൻ നടക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇതൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം പെന്നാണ്. രണ്ടാമത്തെ കളർ പെൻസിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് എല്ലാ എക്സാംസിനും എന്തെങ്കിലും ചിത്രം അനാട്ടമിയിൽ വരയ്ക്കാനുണ്ടാവും. ഇനി ചിത്രം വരച്ച് കളർ ചെയ്യുന്നതിന് പ്രത്യേക മാർക്കാണ് ഗൈസ്. അപ്പൊ നിങ്ങൾ എന്തായാലും കളർ പെൻസിൽ കൊണ്ടുവരണം. അത് നല്ല ഒരു ബ്രാൻഡ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഈ കുഞ്ഞു പെൻസിൽ മേടിച്ച് എപ്പോഴും ഈ സാധനം പൊട്ടി പോകും. അതിൽ നല്ലൊരു ബ്രാൻഡ് മേടിക്കുക, നല്ലൊരു കളർ പെൻസിലുകൾ മേടിച്ചിട്ട് കൊണ്ടുവരാം. പിന്നെ ഷാർപ്നർ, റബ്ബർ, വൈറ്റ്നറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റെക്കോർഡ് എഴുതുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന വൈറ്റ്നറാണ്. പിന്നെ മാർക്കർ പെന്ന്, പിന്നെ CD മാർക്കർ വേണമെങ്കിൽ അത് കൊണ്ടുവരാം. പിന്നെ സിസേഴ്സ്, അത് ഒരിക്കലും നമുക്ക് കാണില്ല, റൂമിൽ ആരുടെ അത് കാണില്ല. കാരണം എവിടെയാന്നറിയാം, നമ്മൾ കൊണ്ടുവരുന്ന സിസേഴ്സ് ഒക്കെ എവിടെയെങ്കിലും ഒക്കെ പോകും. അപ്പൊ സിസേഴ്സും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സെലോ ടൈപ്പ്, പിന്നെ ഫെവിക്കോള് കൊണ്ടുവരാം. പിന്നെ പേപ്പർ ക്ലിപ്പ്, പൗച്ച്, നോട്ട് പാഡ്, പെൻ ഹോൾഡർ, റൈറ്റിംഗ് ബോർഡ്, പിന്നെ പേപ്പർ A4 ഷീറ്റ് സൈസ് പേപ്പർ മാക്സിമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പറയുന്നത് ബുക്സ് ആണ്. നോട്ട്ബുക്ക് നമുക്ക് വലിയ നോട്ട്ബുക്കാണ് മിക്കതും, വരയില്ലാത്ത നോട്ട്ബുക്ക് ആയിരിക്കും നല്ലത്. പിന്നെ ആരും നമ്മളെ നോട്ടൊന്നും ചെക്ക് ചെയ്യൊന്നുമില്ല. അപ്പൊ മേ ബി നിങ്ങൾക്ക് ഒരു സബ്ജക്ട് 2 സൈഡിൽ എഴുതാം, 2 സബ്ജക്ട് നിങ്ങൾക്ക് ഒരു ബുക്കിൽ എഴുതാം.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും ഓരോരോ ബുക്ക് എടുക്കാം. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ ആദ്യം ഓരോ സബ്ജക്റ്റിനും ഓരോരോ ബുക്ക് എടുത്ത് ശീലിക്കും. പിന്നീട് നമുക്ക് എല്ലാ സബ്ജക്റ്റിനും കൂടി ഒരു ബുക്കായിട്ട് മാറും. അപ്പം അതൊക്കെ പിന്നീട് നമ്മൾ പരിണാമപ്പെടും അങ്ങനെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ഓരോരോ സബ്ജക്റ്റിനും ഓരോരോ ബുക്ക് കൊണ്ടുപോയെന്നോളി. അപ്പം അങ്ങനെ ഇപ്പം നമുക്കൊരു 3 4 5 നോട്ട് ബുക്സ് കൊണ്ടുവരാം. പഴയില്ലാത്ത മേടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതല്ലാതെ ഇനിയിപ്പോ നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ള എന്തെങ്കിലും പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും കൊണ്ടുവരാം. അപ്പൊ ഇത്രയാണ് നമ്മളെ ബുക്സിന്റെ കാര്യം, സ്റ്റേഷനറി ഐറ്റം പറയാനുള്ളത്. പിന്നെ ഡിക്ഷണറി കൊണ്ടുവരണമെന്നില്ല, ഫോൺ ഉണ്ടല്ലോ, ഗൂഗിള് തപ്പിയാൽ മതി. ഞാൻ ഡിക്ഷണറി കൊണ്ടുവന്നിട്ടുണ്ട്, വേസ്റ്റ് ആണ് ഗൈസ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ബുക്സിന്റെ കാര്യമാണ്. ബുക്സിൽ നമ്മൾ കുറെ ബുക്സ് കൊണ്ട് വീട്ടിൽ നിന്ന് ഒരിക്കലും വരരുത്. എന്നെ പോലെ മണ്ടത്തരം ചെയ്യരുത്. ഞാൻ ഏതൊക്കെയോ ബുക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്, അതൊന്നും നമ്മൾ തുറക്കില്ല. നമുക്ക് ഇവിടുന്ന് നമ്മൾ അതത് പഠിക്കാനുള്ള സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ മാക്സിമം ബുക്സിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ലഗേജ് കുറയ്ക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ മിസലേനിയസ് സാധനങ്ങളാണ് പറയുന്നത്. ഇതിൽ മിസലേനിയസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അതിൽ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ്. പിന്നെ പ്രയർ ഐറ്റം ആണ്. അപ്പം എന്നും പ്രാർത്ഥിക്കുന്ന ആളുകളാണെങ്കിൽ പ്രയർ ഐറ്റംസും കൊണ്ടുവരാം. പിന്നെ മെഡിസിൻസ്, നമ്മൾ കണ്ടിന്യൂസ്ലി എടുക്കുന്ന മെഡിസിൻസ് അത് മറക്കാതെ എടുക്കണം കേട്ടോ, കാരണം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. പിന്നെ ബാഗാണ്. ആക്ച്വലി ബാഗ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ ബാഗ് വേണമെന്ന് വെച്ചിട്ട്. അപ്പം ബാഗ് എന്ന് പറയുന്നത് ഒത്തിരി വലുത് കുറെ കള്ളിയുള്ള ബാഗൊന്നും ആവശ്യമില്ല. പക്ഷെ ഒരു മീഡിയം സൈസ് ബാഗ് വേണം. പിന്നെ ഈ ഷോൾഡർ നമ്മൾ ഇങ്ങനെ കൈ ഇടുമല്ലോ, അതിന് ലേശം ബലം വേണം. കാരണം എന്താണെന്നാണ്, ടെക്സ്റ്റ് ബുക്കിന് ഇത്രയാണ് സൈസ് എങ്കിൽ പോലും ഇത്ര കട്ടി ഉണ്ടാവും. ഭയങ്കര വെയിറ്റ് ആയിരിക്കും ബാഗ് ഈ ബുക്കുകൾക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ. പിന്നെ അനാട്ടമി ഇതൊക്കെ കുറെ വോളിയം ഉണ്ട്. പിന്നെ ഫിസിയോളജി ഒക്കെ ഒറ്റ വലിയ ബുക്കൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് ബലമുള്ള കൈയുള്ള ബാഗ് ആണ് നല്ലത്. ഇതിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പൊ നമ്മൾ എപ്പോഴെപ്പോഴും മേടിക്കേണ്ടി വരും. അപ്പൊ കുറച്ച് നല്ല ക്ലോത്തിന്റെ ബാഗ് മേടിക്കുക കേട്ടോ. ഒത്തിരി വലുത് മേടിക്കണ്ട, പക്ഷെ കുറച്ച് നല്ല ക്ലോത്തിന്റെ ബാഗ് മേടിക്കുക. പിന്നെ അംബർല, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഭയങ്കര ഒന്നിക്ക് വെയിലായിരിക്കും അല്ലെ മഴയായിരിക്കും. അപ്പൊ എന്തായാലും കുട വേണ്ടി വരും. ഞാൻ കുട ഉപയോഗിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല, ഒന്നിക്കേ വെയിലല്ലേ മഴ. പിന്നെ മോസ്കിറ്റോ റെപ്പലന്റ് ക്രീമാണ്. അത് കൊണ്ടുവരുന്നവർ കൊണ്ടുവരാം. ഇല്ലെങ്കിൽ നമ്മള് മോസ്കിറ്റോ നെറ്റ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. ആക്ച്വലി എന്റെ അടുത്ത് മോസ്കിറ്റോന് വേണ്ടിയിട്ടല്ല, ഞാൻ ആക്ച്വലി ആസിഡ് ഫ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു നെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം പല ഹോസ്റ്റലിലും പലതരം പ്രാണിയുണ്ടാവും. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ പ്രാണിയൊക്കെ കണ്ടത് ഗൈസ്. ആസിഡ് ഫ്ലൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എന്നെ കടിച്ചിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റും, ഞാൻ ആഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു പ്രാണി കടിച്ചിട്ട് നമ്മൾക്ക് ഫുൾ പ്രശ്നമായപ്പോഴാണ് ഞാൻ ഒരു നെറ്റ് ഉപയോഗിച്ചത്. അപ്പം പിന്നെ അതല്ലാതെയും കുറെ പ്രാണിയുണ്ട് ഗൈസ്. ഞാൻ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കും. അപ്പം ഇങ്ങനത്തെ പ്രാണികൾ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പം എല്ലാ കോളേജിലും എല്ലാ ഹോസ്റ്റലിലും ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്റെ ഹോസ്റ്റലുണ്ട്. അതുപോലെ തന്നെ പല ഹോസ്റ്റലും ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചായിരുന്നു എന്റെ ഹോസ്റ്റലുണ്ട് എന്നിട്ട്. അപ്പൊ കൊതുക് അല്ല നമുക്ക് ഇഷ്യൂ, ഇങ്ങനത്തെ കുറെ പ്രാണികളുണ്ടാവും. ഇത് വന്ന് ചെവിട്ടിൽ പോവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു നെറ്റ് ആയിരിക്കും നല്ലത്. അങ്ങനത്തെ ഹോസ്റ്റലാണ് നിങ്ങളതെങ്കിൽ അങ്ങനത്തെ ഞാൻ ഉപയോഗിക്കുന്ന നെറ്റ് ഉണ്ട്, അതിന്റെ ഫോട്ടോ ഞാൻ കൊടുക്കാം. അങ്ങനത്തെ മേടിക്കുന്നതായിരിക്കും നല്ലത്. ആക്ച്വലി ഈ നെറ്റ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. പിന്നെന്ന് പറയുന്നത് കുറച്ച് പ്ലാസ്റ്റിക് ബാഗാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇടാനും അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഒരു പ്ലാസ്റ്റിക് ബാഗ്സ് നല്ലതായിരിക്കും. പിന്നെന്ന് പറയുന്നത് ഫോട്ടോസ് കയ്യിൽ കരുതുക. ഫോട്ടോസ് മീൻസ് നമ്മളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്. അത് എന്തെങ്കിലും കോളേജുകാര് ഇവിടെ ഒട്ടിക്കണം, ലോഗ് ബുക്കിൽ ഒട്ടിക്കണം, റെക്കോർഡിൽ ഒട്ടിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എന്റെ കോളേജിന് ചുറ്റൊന്നും ഫോട്ടോ എടുക്കുന്ന സ്ഥലമില്ല, കുറച്ച് ദൂരം ഒന്ന് പോകണം. അപ്പം ഞാൻ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കൊണ്ടുവരും. അപ്പൊ ഒരു ഫോട്ടോ ഒരു മിനിമം ഒരു 15 ഫോട്ടോ എങ്കിലും കൈ കരുതുക. പിന്നെ ഉള്ളത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കോട്ട്, യൂണിഫോം, സ്റ്റെത്ത്. കോട്ട് എന്ന് പറയുന്നത് നമുക്ക് കോളേജുകാർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. വൈറ്റ് കോട്ട് സെറമണിയുടെ അന്ന് യൂണിഫോമും കോളേജുകാർ തരും. ചിലര് നമ്മളെ കയ്യിൽ തുണി തന്നിട്ടുണ്ടാവും, അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും. ചിലര് കോളേജുകാർ തന്നെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് തരും.
നമുക്ക് അങ്ങനെയായിരുന്നു. കോളേജുകാർ സ്റ്റിച്ച് ചെയ്ത് തന്നു. ഞാൻ അതിൽ തന്നെ ഒരു 4 സ്റ്റിച്ച് അതിൽ പോയിട്ടു, കാരണം അത് നമ്മൾ അളവ് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ സ്കെത്ത് നമ്മൾ മേടിച്ചു കൊണ്ടുവരണം, അത് കോളേജിൽ തരില്ല. സ്കെത്ത് ഇപ്പം തന്നെ നമ്മൾ വലിയ ബ്രാൻഡിന്റെ ലിറ്റ്മാൻഡ് ഒന്നും മേടിക്കൊന്നും വേണ്ട, കാരണം നമ്മൾ പഠിച്ചു തുടങ്ങുന്നല്ലേ ഉള്ളൂ. നമുക്ക് കുഞ്ഞ് സ്കെത്തൊക്കെ കിട്ടാൻ മതി. എനിക്ക് ഒന്ന് റേസർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആക്ച്വലി എന്റെ സ്റ്റെപ്പ് ഞാൻ റേസിലായിരുന്നു റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റേസർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് എന്റെ സ്റ്റെപ്പ്. ഇപ്പൊ എനിക്ക് ലിറ്റ്മാന്റെ സ്റ്റെപ്പ് ഉണ്ട്, അതെന്റെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പിന്നെന്ന് പറയുന്നത് പിന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ്. നമ്മളിപ്പം മുഷിഞ്ഞ തുണിയൊക്കെ ഇടാനുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും കൊണ്ടുവരാം. അപ്പം ഇത്രയാണ് മിസ്ലേനിയസ് കാര്യങ്ങൾ. ഇത് നമുക്ക് ഇതൊക്കെ ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊണ്ടുവരാം. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം ആക്ച്വലി സാധനം ഞാൻ ഫോട്ടോ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ആ ഒരു ഫോട്ടോ എങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പം എന്നിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാട്ടോ, എന്തൊക്കെ വേണം, നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണേൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്റെ ഇൻസ്റ്റ ഐഡി കൊടുക്കാം കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു തരും, അറിയാത്തതാണ് അറിയില്ല എന്ന് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും